ആണവോർജ്ജത്തെ ഒരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ടോഗാമാക് ആണ്. 370 ടൺ ഭാരമുള്ള ഈ റിയാക്ടർ അതിന്റെ പ്രവർത്തനം ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്തുള്ള ITER വഴി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് നിലവിലുള്ള ആണവ നിലയങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രക്രിയയിൽ അപകടകരമായ ന്യൂക്ലിയർ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യുറേനിയവും പ്ലൂട്ടോണിയവും ഉപയോഗിച്ച് താപവും വികിരണവും പുറപ്പെടുവിക്കുന്ന ആറ്റങ്ങളെ വേർതിരിക്കുന്നു. നേരെമറിച്ച് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ഹൈഡ്രജൻ ഐസോടോപ്സ്, ശുദ്ധമായ ഊർജ്ജം തുടങ്ങിയ വിഭവങ്ങൾ ഉപയോഗിച്ച് ആറ്റങ്ങളെ സംയോജിപ്പിക്കും. റിയാക്ടർ 150 ദശലക്ഷം ഡിഗ്രി വരെ ചൂടാക്കുന്നു. ഇത് ഒരു ക്യാപ്സ്യൂളിൽ ഒരു നക്ഷത്രം ഉള്ളതുപോലെയാണ്. ഇതുപയോഗിച്ച് ന്യൂക്ലിയർ ഫ്യൂഷനേക്കാൾ 4 ഇരട്ടി ഊർജ്ജം നമുക്ക് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ലഭിക്കുന്നു. $22 ദശലക്ഷം വിലമതിക്കുന്ന ഈ പദ്ധതി ലോകത്തിന്റെ ഊർജ്ജത്തിന്റെ വലിയൊരു ഭാഗം നൽകാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രോജക്റ്റിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?